ഹലോ, എൻ്റെ പേര് രാധിക. ഞാനൊരു സ്കൂൾ അധ്യാപികയാണ്. ഞാനിവിടെ പറഞ്ഞത് സ്കൂളിൽ നിന്നും വെക്കേഷന് തിരിച്ച് നാട്ടിൽ വരുമ്പോഴുണ്ടായൊരു പ്രേതാനുഭവമാണ്. ഒരു ദിവസം പതിവ് പോലെ വൈകുന്നേരം ഞാൻ സ്കൂൾ വിട്ട് വരികയായിരുന്നു. വെക്കേഷനാണ്. എൻ്റെ വീട് പാലക്കാടാണ്. അങ്ങനെ ഇരിക്കെ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ് കയറി നാട്ടിലേക്ക് തിരിക്കുമ്പോൾ എത്രയും വേഗം നാട്ടിലെത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഞാൻ നാട്ടിൽ പോയത്. പാലക്കാട് എത്തിയതും നേരം ഒരുപാട് അർദ്ധരാത്രിയായിരുന്നു. വാച്ചിൽ സമയം നോക്കിയതും 12 മണി കഴിഞ്ഞു. മഴയും ഇടിമിന്നലും അതിശക്തമായപ്പോൾ ഞാൻ മഴക്കോട്ടെടുത്ത് ധരിച്ചു. ബസ്സിലെ കിളി എന്നോട് ചോദിച്ചു, "അതേ, ചായ കുടിക്കുന്നോ?" "വേണ്ട," പുഞ്ചിരിയോടെ ഞാൻ നിരസിച്ചു. ഞാൻ നടന്നു പോകുമ്പോൾ എവിടെ നിന്നോ കുറുക്കന്മാരുടെ ഓരിയിടൽ കേട്ടു. കൂമൻ്റെ കരച്ചിലും നത്ത് കരയുന്നതും കാലങ്കോഴി കൂവുന്നതുമെല്ലാം അടുത്തെത്തി. കാലങ്കോഴി എന്ന് പറയുന്നത് മരണത്തിൻ്റെ ദൂതനാണ്. അത് കൂകിയാൽ അപമൃത്യു, അതായത് അകാല മൃത്യു ഉറപ്പാണ്. പണ്ട് ആഹാരം കഴിക്കാൻ മടി കാണിക്കുന്ന പിള്ളേരെ കാട്ടുമാക്കാൻ പിടിക്കുമെന്നും കാലങ്കോഴി കൂകി വരുന്നുണ്ടെന്നും പിള്ളേർ പിടുത്തക്കാർ വീട്ടിൽ വന്ന് പിടിച്ചുകൊണ്ട് പോകുമെന്നും പറഞ്ഞു പിള്ളേരെ ഭയപ്പെടുത്തുമായിരുന്നു. അവരുടെ